ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. നമ്മുടെ സൈന്യം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ്, അഭിമാനം, പാരമ്പര്യം ഒക്കെ സംരക്ഷിച്ചത്, അതിന്മേൽ വിജയക്കൊടി പാറിച്ചത് ഒരിക്കൽ കൂടി എങ്ങനെയാണെന്ന് നമുക്ക് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ ഇവിടെ ചിലർ ചോറിങ്ങും കൂറങ്ങും എന്ന വ്യാജേന കഴിയുന്ന ചിലരുണ്ട്. അവർക്ക് ഇത് മനസ്സിലാകില്ല. അത്തരത്തിൽ ഒരാൾ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ട്, സൈനിക നടപടിയെ പുച്ഛിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്ന് മാത്രമല്ല, ഇത് ഓപ്പറേഷൻ സിന്ദൂർ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെയാണ് ലക്ഷ്യം വെക്കുന്നത്, അതിലൂടെ നമ്മൾ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെയാണ് കൊല്ലുന്നത് എന്നൊക്കെ വാദിച്ച് രംഗത്ത് വന്നത് നിസ്സാരക്കാരല്ല, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ചിലരാണ് എന്ന് പറയേണ്ടി വന്നതിൽ വലിയ ദുഃഖമുണ്ട്. അറിവും പഠിപ്പുമുള്ള ആൾക്കാർക്ക് ദേശസ്നേഹം പാടില്ലെന്നാണോ ഇതിൻ്റെ അർത്ഥം? ദേശാഭിമാനം എന്ന് പറയുന്നത്, ദേശസുരക്ഷ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് എന്തോ ഒരു വില കുറഞ്ഞ സാധനമാണ് എന്നാണ് ഇക്കൂട്ടർ ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ആ ധാരണ തിരുത്താൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ സംവിധാനങ്ങൾക്കും ബാധ്യതയുണ്ട്. അത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ചെന്നൈയിലെ ഒരു അധ്യാപികയ്ക്ക് ജോലി നഷ്ടപ്പെട്ടു, അവരെ പിരിച്ചുവിട്ടു. അവർ ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ ഇട്ടു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അതങ്ങ് വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി എന്ന നിലപാട് അധികൃതർ സ്വീകരിച്ചു എന്ന് ചുരുക്കം. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ യശസ്സ് കളങ്കപ്പെടുത്താൻ, നമ്മുടെ പാരമ്പര്യത്തിന് മേൽ കരിമഷി ഒഴിക്കാൻ, നമ്മുടെ ചരിത്രം വികൃതമാക്കാൻ, നമ്മുടെ ദേശാഭിമാനം നശിപ്പിക്കാൻ ഒക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് ചുട്ട മറുപടി കിട്ടും, തക്കതായ പ്രതിഫലം കിട്ടും എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ചെന്നൈയിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശ്രീ രാമസ്വാമി അയ്യർ മെമ്മോറിയൽ, ശ്രീ രാമസ്വാമി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ കരിയർ സെൻറ്റർ ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ലോറ എന്ന അധ്യാപികയെയാണ് പിരിച്ചുവിട്ടത്. അന്വേഷണത്തിൽ ഇവരുടെ പ്രവൃത്തി അധാർമികമായി ആയിരുന്നു എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ സൈനിക നടപടി രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പാകിസ്ഥാനിലെ സാധാരണക്കാരാണ് അതിന് ഇരയാകുന്നതെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നോക്കൂ, എത്ര ധൈര്യമുണ്ട് ഈ അധ്യാപികയ്ക്ക്. അഭിപ്രായ സ്വാതന്ത്ര്യം, എന്തും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വകവച്ചു കൊടുക്കും എന്നാണ് ഇവർ ധരിച്ചിരുന്നത്. പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടാനുകോടി മനുഷ്യർ അതിന് എതിരെ അതിശക്തമായി രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇവർക്കെതിരെ, ഇത്തരക്കാർക്കെതിരെ നടപടി വേണം. ഈ രാജ്യത്ത് ഇതിനുള്ളിൽ ഇവിടത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ മണ്ണിൽ ഈ വായു ശ്വസിച്ചുകൊണ്ട്, ഇവിടത്തെ വെള്ളം കുടിച്ചുകൊണ്ട്, ഈ മണ്ണിൽ വിളയുന്ന അന്നം ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടത്തെ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കി സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഈ സൈന്യത്തെ അവഹേളിക്കുന്ന, സൈനിക നടപടിയെ അപമാനിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും എന്ന് അന്ന് തന്നെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. വിഷയം കോടതിയിലേക്ക് പോലും പോകും എന്ന് എല്ലാവരും കരുതി. പക്ഷെ അപ്പോഴേക്കും ഈ കോളേജ് മാനേജ്മെൻറ്റ് ഇവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ഇവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മെയ് 7-നാണ് ഇവർ ഈ പോസ്റ്റ് ഇടുന്നത്. മാത്രമല്ല, സംഘർഷം മൂർച്ഛിച്ചാൽ ലോക്ക്ഡൗൺ വരും, പണപ്പെരുപ്പമുണ്ടാകും, ഭക്ഷ്യക്ഷാമമുണ്ടാവും എന്ന്, ഇങ്ങനെ ആളപായവും ഉണ്ടാകും എന്ന ഭീഷണി അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. സാധാരണക്കാരെ വഴിതെറ്റിക്കാനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അന്തസ്സ് കെടുത്താനുമുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കേന്ദ്ര സർക്കാരും സൈന്യവും മറ്റ് അധികാര കേന്ദ്രങ്ങളും ഇതിനെ കണ്ടത്. എന്തായാലും
ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ നടത്തുമ്പോൾ നമുക്കുറപ്പുണ്ട്, നിരപരാധിയായ ഒരു മനുഷ്യനെ പോലും, ഒരു പൗരനെ പോലും, ഒരു പാക് പൗരനെ പോലും അത് ബാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഈ സമയങ്ങളിലെല്ലാം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നിരന്തരം ഷെല്ലുകൾ പായിച്ച പാകിസ്ഥാൻ ആകട്ടെ നമ്മുടെ അതിർത്തികളിൽ കഴിയുന്ന നിരപരാധികളെയാണ് ഭസ്മീകരിച്ചു കൊണ്ടിരുന്നത്, അവരെയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സൈന്യം വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ അവിടുന്ന് മാറ്റുകയും പ്രതിരോധം തീർക്കുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പാക് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ സൈനിക ശക്തി ഛിന്ന ഭിന്നമായി പോയി. അവരുടെ ലോഞ്ച് പാഡുകളെല്ലാം തകർത്ത് കളഞ്ഞു ഇന്ത്യൻ സൈന്യം. എന്ന് മാത്രമല്ല, ബ്രഹ്മോസ് എന്ന ആ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് പാക് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു. നമ്മളെ ആക്രമിക്കാൻ തുനിഞ്ഞ പാകിസ്ഥാന് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ചുട്ട മറുപടി കൊടുത്തു. പാകിസ്ഥാന്റെ ഡ്രോണുകൾ, പോർ വിമാനങ്ങൾ, ചെറിയ റോക്കറ്റുകൾ, ഇതിനെയെല്ലാം തച്ച് തകർത്ത് ഇന്ത്യൻ സൈന്യം മറുപടി നൽകി. ഒടുവിൽ പാകിസ്ഥാൻ അക്രമം നിർത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മുടെ ബ്രഹ്മോസ് അവരുടെ വ്യോമത്താവളങ്ങളിലേക്ക് പാഞ്ഞത്. അതിൽ ഛിന്ന ഭിന്നമായി തകർന്ന തരിപ്പണമായ വ്യോമത്താവളങ്ങളുടെ എണ്ണം 12 ഒരു ഡസൻ വ്യോമത്താവളങ്ങളെ തകർത്ത് കയ്യിൽ കൊടുത്തപ്പോൾ കരഞ്ഞു കൂവി ഇന്ത്യയുടെ കാല് പിടിച്ച് യുദ്ധം നിർത്തിയ, വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കേണപേക്ഷിച്ച പാകിസ്ഥാന്റെ ചിത്രവും നമ്മൾ കണ്ടു. ഇത്രയൊക്കെ സഹിഷ്ണുതയോടുകൂടി, സമാധാനത്തോടുകൂടി, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ആയുധമെടുത്ത ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ്, ഈ സുഖശീതളിമയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ സൈനികർ സ്വന്തം ജീവൻ തൃണവഗണിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ ആ കുടക്കീഴിൽ സസുഖം വാണുകൊണ്ട് സധൈര്യം താമസിച്ചുകൊണ്ടാണ് ഈ അധ്യാപിക ഈ നെറികേട് കാണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ചൂട്ട മറുപടിയാണ്, അതിനുള്ള തക്കതായ പ്രതിഫലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലയോ ലോറ, നിങ്ങൾ ഇനിയെങ്കിലും ഈ മണ്ണിനോട്, ഈ രാജ്യത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് കൂറുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. നന്ദി കെട്ടവർ എന്നുള്ള പേര് നിങ്ങൾ കേൾപ്പിക്കാതിരിക്കുക. ഇത്ര മാത്രമേ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും കോളേജ് അധികൃതർക്കും ഇതിന് നടപടി സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച അധികാരികളോടും നമുക്ക് അങ്ങേ അറ്റത്ത ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ജനത ഇത്തരം നെറുകേടുകൾ, ഇത്തരം നന്ദികെട്ട പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എക്കാലവും നമ്മുടെ സൈനിക നടപടികളിലെ ഒരു തിലകക്കുറിയായി തുടരുമെന്നും ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.